ഗൂഢാലോചനയുടെ ഭാഗമാണ് മന്ത്രിക്കെതിരെ നടന്ന ആക്രമണമെന്നാണ് CPMന്റെ ആരോപണം. മന്ത്രിക്കെതിരെ നടന്നത് വധശ്രമമാണെന്ന് ആരോപിക്കുന്ന CPM ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ആരോപണങ്ങൾ തള്ളി മന്ത്രി വീണ ജോർജിനെതിരായ അധിക്ഷേപം തുടരുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ വരെ. മന്ത്രിയുടെ അടുത്ത് പോലും പ്രവർത്തകർ എത്തിയിട്ടില്ലെന്ന് ദൃശ്യങ്ങൾ കാട്ടി വാദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ തെളിവ് പുറത്തുവിടാനുള്ള വെല്ലുവിളിയും ഇനാം പ്രഖ്യാപനവും നടത്തുന്നുണ്ട്. അക്രമത്തെ ഈ രീതിയിൽ വെള്ളപൂശുന്നതും അധിക്ഷേപിക്കുന്നതും നൽകുന്ന സന്ദേശം എന്താണ്? അക്രമത്തെ ന്യായീകരിക്കുന്നത് ഗുണം ചെയ്യുന്നത് ആർക്ക്? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ D. സുരേഷ് കുമാർ, CPM പ്രതിനിധി, തൗഫീഖ് രാജൻ, കോൺഗ്രസ് പ്രതിനിധി, N. ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ഹരീഷ് വാസുദേവൻ, അഭിഭാഷകൻ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുണ്ടായ സംഭവത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. ഇവിടെ തെളിവ് ചോദിച്ചും ഒപ്പം തന്നെ അധിക്ഷേപം നടത്തിയും ന്യായീകരണങ്ങൾ നിരത്തിയുമാണ് കോൺഗ്രസ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. ഇങ്ങനെയാണോ ഇതുപോലുള്ള ഒരു സംഭവത്തിൽ പ്രതികരിക്കേണ്ട വിധം? അല്ല, അവരുടെ പ്രവർത്തകരുടെ വിശ്വാസം, അവരുടെ പ്രവർത്തകരിൽ അവരുടെ പാർട്ടിക്കുള്ള വിശ്വാസം അടിസ്ഥാനപ്പെടുത്തി അവർക്ക് പറയാൻ പറ്റുള്ളൂ. വിഷ്വലിൽ എവിടെയും അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല. അങ്ങനെ ഒരു ആക്രമണത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ബഹുമാനപ്പെട്ട മന്ത്രി അതിനുശേഷം ചിരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. അതേ, വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം കഴുത്തിന് വേദനയുണ്ടെന്ന് അടുത്ത പ്ലാറ്റ്ഫോമിൽ ചെന്നപ്പോൾ പറയുന്നുണ്ട്. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ അവരുടെ പാർട്ടിയുടെ പ്രവർത്തകരെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് അവരുടെ പാർട്ടി പറയുന്നത്. അതിന് മറിച്ചുള്ളൊരു തെളിവോ സംഗതികളോ ഒന്നും പുറത്തു വരാത്ത സ്ഥിതിക്ക് അവർക്ക് അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതിന് എന്തെങ്കിലും ധാർമ്മികമായ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് ശ്രീ വീണ ജോർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ കള്ളം പറയില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് താല്പര്യം. അങ്ങനെയാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ അവരൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ ഒന്നുമല്ല. അവർക്ക് വേദനയുണ്ടായി, അവരത് റിപ്പോർട്ട് ചെയ്തു, ആശുപത്രിയിൽ പോയി, അവരതിന് ചികിത്സ എടുത്തു. അവിടെ ഒരു നേരിട്ടുള്ള ഒരു അറ്റംപ്റ്റ്, അവർക്ക് നേരെ വടി ഉള്ള ഒരു കൊടിയുമായി പാഞ്ഞെടുക്കുന്ന ഒരു വിഷ്വൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ പരിക്ക് എത്രമാത്രം ഗുരുതരമാണെന്നുള്ളത് ഡോക്ടർമാരാണ് പറയേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അത്തരമൊരു സംഭവങ്ങൾ, അതായത് ഇത്തരം ബോഡിക്ക് നേരെ ഉണ്ടാവുന്ന സ്ത്രീകൾ, നമുക്കറിയാം ഒരുപാട് പൊതുപ്രവർത്തകർ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ മുമ്പോട്ട് വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയ മേഖല. അപ്പൊ അവിടെ പുതുതായി സ്ത്രീകൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാരോട് കാണിക്കുന്ന ഈ ആക്രോശവും ആവേശവും ഇത്തരത്തിലുള്ള ആക്രമണോത്സവമായിട്ടുള്ള സമര പരിപാടികളും ഒന്നും പാടില്ലാത്തതാണ്. ഇത് പറയാൻ CPMന് എത്രമാത്രം ധാർമ്മികമായ അർഹത ഉണ്ടെന്നുള്ളത് വേറൊരു ചോദ്യമാണ്. എത്രയോ പേരെ തല്ലി താഴെയിടുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള കേരളത്തിലെ അധികായനെ വരെ SFIക്കാർ തല്ലിയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. CPM പലപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിക്ക് തന്നെ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയാനുള്ള ധാർമ്മികമായ അവസരം, അവർക്കുള്ള ധാർമ്മികമായ ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷെ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്നത് ഇതിനകത്തൊരു ഒരു ശ്രമം, ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും, അതിനിടയ്ക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും പോലീസ് അതിൽ FIR ഇട്ടിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. FIRന്റെ കോപ്പി നമുക്ക് മുന്നിലുണ്ട്. മാരകായുധം അല്ലെങ്കിൽ ആയുധം ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിനുള്ള ശ്രമം നടന്നു, കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് അടുത്തു എന്നതാണ് FIRൽ ഉൾപ്പെടെ പറയുന്നത്. ഹരീഷ്, ഞാനിവിടെ ചോദിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങളിൽ ഇതുപോലെ ഏർപ്പെടാറുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിഷേധത്തിന് ഒരു സ്ഥാനമുണ്ട്. തിരുത്തപ്പെടേണ്ടത് തിരുത്തണം, അതിനുവേണ്ടി പ്രതിഷേധങ്ങൾ നടത്തേണ്ടുന്ന സാഹചര്യവും ഉണ്ടാകും. ആ കാര്യങ്ങളിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ മന്ത്രിയുടെ അടുത്ത് വരെ പ്രവർത്തകർ എത്തുന്നു, അവിടെ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രി ഈ രീതിയിൽ അസ്വസ്ഥത അനുഭവിക്കുന്നു എന്ന് പറയുന്നു, അതിൽ മെഡിക്കൽ സപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് ഒരു ചർച്ച വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ ഏറ്റവും മുതിർന്ന നേതാക്കൾ വരെ നടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്. പലതരത്തിലുള്ള ഇനാം പ്രഖ്യാപനങ്ങൾ നടക്കുകയാണ്, തെളിവുകൾ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. ഈ അക്രമത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു പൊതുവിടത്തിൽ മന്ത്രിക്ക് നേരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അവർ അതിൽ അസ്വസ്ഥത പ്രകടിക്കുമ്പോൾ, അവർക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, അതിൽ കേസെടുക്കുമ്പോൾ ഈ രീതിയിലാണോ മുതിർന്ന നേതാക്കൾ
പ്രതികരിക്കേണ്ടത്? അല്ല, അവരെ നടിയെന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ അത് അഭിനയമാണ് എന്ന് പറയുന്നതോ സത്യത്തിൽ നമ്മുടെ ഒരു നല്ല ഒരു പൊളിറ്റിക്കൽ കൾച്ചറിന് ചേർന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപക്ഷെ ശ്രീ വീണ ജോർജിന്റെ കുറ്റമായിരിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നോക്കും. അവരെ കൊല്ലാനുള്ള ശ്രമമുണ്ടായി എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് കോടതിയിലായിരുന്നു, എനിക്ക് ആ വാർത്തയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പുകുട്ട ഓവറാക്കല്ലേ എന്നൊരു സിനിമയിൽ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരാൾക്ക് പരിക്ക് പറ്റി, അവർ ആശുപത്രിയിലാണ് എന്ന് പറയുന്നത് വരെയുള്ളത് ഓക്കെയാണ്. അതിനുശേഷം അതിനെ പൊലിപ്പിച്ച് ഈ കൊലപാതകത്തിനുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ കോളേജ് രാഷ്ട്രീയത്തിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, അല്ലാതെ അതിനപ്പുറത്തേക്ക് കാണുന്നില്ല. അപ്പൊ അതിനോട് സ്വാഭാവികമായിട്ടും റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതേ നിലവാരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി റിഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിലേക്കാണ് പോകുന്നത്. ഒരു സ്ത്രീ പൊതുസ്ഥലത്ത് വെച്ച് ശാരീരികമായി എന്താ പറയുക കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയിൽ പോലീസ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരു സംഗതിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക, അവരുടെ കഴുത്തിന് ഒരു പരിക്ക് പറ്റുക, അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുക, അതിന്റെ ചികിത്സ തേടുക, അതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ പിന്നെ അവര് നടിയാണെന്നും മറ്റും പറഞ്ഞ് ആക്ഷേപിക്കുന്ന, അവരെ അനുഭവിക്കുന്ന വേദനയല്ല എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്സിൽ ഒട്ടും ചേർന്ന കാര്യമല്ല. ഇത് രണ്ടും, ഞാൻ പറയുന്നത് ഇത് രണ്ട് കാര്യവും, അതായത് അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതും ഈ ഇലക്ഷൻ കാലത്ത് പറയുന്ന ഒരു നുണയാണ്. അതുപോലെ തന്നെ ഒരു വലിയ മോശപ്പെട്ട കാര്യമാണ് ഇത് അഭിനയമാണെന്നും അല്ലെങ്കിൽ നടിയാണെന്നൊക്കെ പറയുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഒരു കാര്യം കൂടി ഹരീഷ്, ആദ്യഘട്ടത്തിൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ മന്ത്രിക്ക് ആക്രമം നേരിടേണ്ടി വന്നു, അവർ ആശുപത്രിയിലാകുമ്പോൾ ഇതിന്റെ തെളിവ് എവിടെ എന്ന് ചോദിക്കുകയാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. ഞങ്ങളുടെ കുട്ടികളാണ് ചെയ്തത് എന്നതിന്റെ തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നു. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തെളിവുകൾ പുറത്തുവിടുകയാണ്. പക്ഷേ അത് ഏതൊക്കെ തലത്തിൽ വരെ നമുക്ക് വിശ്വസനീയമാണ് എന്നത് അറിയുകയും ഇല്ലാത്ത സാഹചര്യം. ഒരുപക്ഷെ ഈ സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള പിടിവലിയിൽ ചിലപ്പോൾ മന്ത്രിക്ക് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് കഴുത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. അപ്പോൾ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏത് അർത്ഥം വരെ, ഏത് തലം വരെ നമ്മൾ ഈ രണ്ട് വാദങ്ങളും എടുക്കണമെന്ന് ഒരു കാര്യമുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ തെളിവുകൾ നൽകിക്കൊണ്ട് വേണമോ ഇങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ, അല്ലെങ്കിൽ അത് പൊതുമധ്യത്തിൽ അവർക്ക് പറയുമ്പോൾ അതിന് തെളിവ് എന്നത് വേണമോ? അതോ തെളിവില്ലാതെ നടക്കുന്ന അക്രമങ്ങളൊന്നും ഒരു തരത്തിലും ഈ രീതിയിൽ നിലനിൽക്കുന്നതല്ലാതെ ആവുന്ന ഒരു സാഹചര്യമുണ്ടോ? ഈ ഒന്നാമത്തെ കാര്യം, ഈ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് CCTVയുടെ മുമ്പിലാവണമെന്നില്ല. കേരളത്തിൽ CCTV ഇല്ലാത്ത സ്ഥലങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് ഇത്തരം സംഗതികൾക്ക് നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ കാണാൻ ആവശ്യപ്പെടുന്നതായിട്ടുള്ള വിഷ്വൽസ് അല്ല ഇതിന്റെ മാനദണ്ഡം. എനിക്കൊരു കാര്യം കേരളത്തിലെ ചാനലുകളോടും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടും പറയാനുള്ളത്, ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതിന്റെ സത്യം മുഴുവൻ അറിഞ്ഞേ തീരും, നമ്മളിത് മുഴുവൻ സ്വന്തമായി അന്വേഷിച്ചറിഞ്ഞ് ഇതിൽ കുറ്റവാളികളെ കണ്ടെത്തിയേ തീരൂ എന്ന് പറയുന്ന വാശിയൊന്നും എനിക്കില്ല. എന്തിനാണ് ഈ ധൃതിയും വാശിയൊക്കെ? കേരളത്തിന്റെ മന്ത്രി എല്ലാവരുടെയും മന്ത്രിയാണ്, പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ മന്ത്രിയാണ്. അവർ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവരോട് ആക്രോശിച്ചുകൊണ്ട് അവരുടെ നേരെ അടുക്കുകയും അവർക്ക് നേരെ കൊടി വീശാനെന്ന രീതിയിൽ അത് പോകുന്നത് വളരെ അക്രമോത്സുകമായിട്ടുള്ള ഒരു പോക്കാണ് അങ്ങോട്ട് നമ്മൾ വിഷ്വലി കാണുന്നത്. ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ പോലീസ് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനിടയിൽ പരിക്ക് പറ്റുന്നു. ഇത്തരം സംഗതികൾ പാടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്തരത്തിലൊരു സ്ത്രീക്കെതിരെ നടക്കുന്ന അധിക്ഷേപം എവിടെയായാലും അല്ലെങ്കിൽ അക്രമ സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണം എവിടെയായാലും അത് തെറ്റാണെന്ന് പറയാൻ തയ്യാറാണ്. അത് ഈ ഇലക്ഷൻ കാലം ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് UDF അതിന് തയ്യാറാവാത്തതെന്ന് വെച്ചാൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ്. അത്തരം തെറ്റുകൾ ആര് ചെയ്താലും ചെയ്യാൻ പാടില്ല എന്ന് പറയണം. ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ യാത്രയുടെ സമയത്തുണ്ടായ കരിങ്കൊടി കാണിച്ച സമയത്ത് അവരെ പൂച്ചട്ടി കൊണ്ട് തലയല്ലി പൊളിക്കുന്നത് നമ്മൾ കണ്ടു. അത് രക്ഷാ പ്രവർത്തനമാണെന്നാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ നിലവാരമാണ് ഇപ്പുറത്തും സംഭവിക്കുന്നത്. അപ്പൊ ഈ നിലവാര തകർച്ച ഒരാൾ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല, കേരള പൊളിറ്റിക്സിലേക്ക് ഇരുഭാഗത്തുമുള്ള നേതാക്കൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ട്രോൾ ചെയ്തതുപോലെ തന്നെ അല്ലെങ്കിൽ കളിയാക്കിയതുപോലെ തന്നെ ഈ പറയുന്ന ഇപ്പുറത്തെ ഭാഗത്തുണ്ടാവുന്ന ഈ അധപ്പതനത്തിനും ഈ രാഷ്ട്രീയ അധപ്പതനത്തിനും നമ്മൾ ജനങ്ങൾ മറുപടി പറയണം. ഇങ്ങനെയല്ല രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്ന് അവർ പറഞ്ഞാൽ, അതും പ്രാഥമികമായിട്ട് വിഷ്വൽസ് ഉള്ള സ്ഥിതിക്ക് അവരെ മുഖവിലേക്ക് എടുക്കുക, അവർക്ക് എന്താണ് പരിക്കെന്ന് അന്വേഷിക്കുക, അതിനുശേഷം ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ഒരു പ്രതികരണങ്ങളിലേക്ക് പോകാന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ദയവായി ഹരീഷ് തുടരുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ തൗഫീഖ് രാജൻ, നോക്കൂ, ഇന്നലെ തന്നെ ഔദ്യോഗിക പരിപാടിക്കായി കണ്ണൂരിലെത്തിയ മന്ത്രിയെ 4 ഇടങ്ങളിൽ 4-5 ഇടത്ത്
യൂത്ത് കോൺഗ്രസ്, ഒപ്പം തന്നെ KSU, ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ പ്രതിഷേധിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം നിങ്ങൾ പരമാവധി അതിനോടകം തന്നെ പ്രയോജനപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണല്ലോ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടെയും പ്രതിഷേധം ഉണ്ടാവുകയാണ്. കാത്തിരുന്ന് മന്ത്രി എത്തുന്ന തക്കം നോക്കി പ്രതിഷേധിക്കുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള പിടിവലി ഉണ്ടാകുന്നു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു. അതൊക്കെ കഴിഞ്ഞു. 24 മണിക്കൂറിന് ശേഷവും അതിൽ ഒരു അധിക്ഷേപം, മന്ത്രിക്കെതിരെ നടത്തുന്ന അധിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയില്ല എന്നത് നൽകുന്ന സന്ദേശം എന്താണ്? നോക്കൂ, അത് വിദ്യാർത്ഥി നേതാക്കൾ മാത്രമല്ല, മുതിർന്ന നേതാക്കൾ വരെ അവരെ അഭിനേത്രി, നടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. രേണുക, മികച്ച അഭിനയം കാഴ്ചവെക്കുന്നവരെ അഭിനേത്രി എന്നല്ലാതെ മറ്റെന്ത് വിശേഷണമാണ് നൽകാൻ കഴിയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും രേണുകയുടെ ഒരു കാര്യം പറയാം. കേരളം കണ്ട കഴിവുകെട്ട ആരോഗ്യമന്ത്രി എന്ന പട്ടം നേടിയ വീണ ജോർജ് ഗത്യന്തരമില്ലാതെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ് KSU പ്രതിഷേധത്തിന് പിന്നാലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാനായി സാധിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രി, കേന്ദ്ര കഥാപാത്രമായും ബഹുമാനപ്പെട്ട സ്പീക്കർ സഹതടരായും കാട്ടിക്കൂട്ടിയ അഭിനയങ്ങളും തൊട്ടു പിന്നാലെ പടച്ചുവിട്ട നുണക്കഥകളും ഒക്കെ കേരളത്തിൽ കെട്ടടങ്ങുന്ന അല്ലെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയതാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം രേണുകയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ AKG സെന്ററിൽ ഇരിക്കുന്ന MP നികേഷ് കുമാറും പിരിയാരി എണ്ണിയപ്പോൾ പിരിപോയ P സരിനും ചേർന്ന അണിയിച്ചൊരുക്കുന്ന തിരക്കഥകളും നുണക്കഥകളും ഒക്കെ കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം, ഇല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും ചർച്ച ചെയ്യണമെന്ന് ഒരു സമീപനം സ്വീകരിച്ചാൽ അത് ശരിയാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇന്നലെ വീണ ജോർജ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ KSU പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ കപ്പിത്താനും കൂട്ടാളികളും ഒക്കെ മുങ്ങിപ്പോവാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെ പെരുവഴിയാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നികേഷ് കുമാറും ഈ P സരിനും ഒക്കെ ചേർന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശരി, ഈ P സരിനും നികേഷ് കുമാറും ഒക്കെ ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറയാനാണ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ രേണുകയുടെ ശ്രദ്ധ ഇന്നലെ മുതലുള്ള സാഹചര്യത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അതായത് ഇന്നലെ 3 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സമരവുമായി KSU ജില്ലാ പ്രസിഡന്റ് അതിലും 4ഓളം സഹപ്രവർത്തകരും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ആ ദൃശ്യങ്ങൾ പലകൂടി നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും ശരി, അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. കരിങ്കൊടി പ്രതിഷേധമാണ്. ബഹുമാനപ്പെട്ട ഹരീഷ് വാസുദേവൻ ഇവിടെ പറഞ്ഞു കൊടികെട്ടി കമ്പുമായാണ് വന്നതെന്ന്. അങ്ങനെ ഒരു കമ്പ് പോലും അത്തരത്തിൽ ആ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നില്ല. കരിങ്കൊടിയുമായി ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതല്ല. അതെ, 4 KSU പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നത്. 40ഓളം 4 KSU പ്രവർത്തകരാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ 40ഓളം പോലീസുകാർ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അവർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കറുത്ത വസ്ത്രം ധരിച്ച ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഗൺമാനും ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്ക് സുരക്ഷ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ കേരളത്തിലുടനീളം വലിയ രീതിയിൽ അക്രമ പരമ്പര അഴിച്ചുവിട്ടതിനെ പറ്റി കൂടി രേണുക ചർച്ച ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തൊട്ടു പിന്നാലെ നമ്മൾ എന്താ കണ്ടത്? ഇവർ പറഞ്ഞ വാദങ്ങളെല്ലാം KSU ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോ, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നുണക്കഥകൾ പൊളിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായപ്പോ അവർ മികച്ച അഭിനേത്രിയാണ്, ആരോഗ്യമന്ത്രിക്ക് അപ്പുറം മികച്ച അഭിനയ മന്ത്രിയാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഇവിടെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ശ്രീ ജയരാജന്റെ നേതൃത്വത്തിൽ മറ്റൊരു വിഷ്വലുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വിഷ്വൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹം റെഡ് മാർക്കറ്റ് ഒക്കെയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മണിക്കൂറുകൾക്കകം ആ വിഷ്വലുകളുടെ ആധികാരികത എത്രത്തോളമാണെന്നും ആ വിഷ്വലുകളുടെ അടിസ്ഥാനം എത്രത്തോളമാണെന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും CPM-ന് പണിവാളുന്ന സാഹചര്യം ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രേണുക. ഇന്നലെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അതിനപ്പുറത്തേക്ക് ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ പ്രതിഷേധം എത്തിയില്ല എന്ന് മാത്രമല്ല, ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് ആ കരിങ്കൊടിയുടെ നൂല് പോലും എത്തിയില്ല എന്നുള്ളത് രേണുക മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിനുശേഷം അഴിച്ചുവിട്ട അക്രമ പരമ്പരകൾ കൂടി ബഹുമാനപ്പെട്ട രേണുക മനസ്സിലാക്കേണ്ട സാഹചര്യമുണ്ട്. തീർച്ചയായും അത് തൗഫീഖ്, അത് നമുക്ക് CPM പ്രതിനിധിയോട് ചോദിക്കാം. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. നിങ്ങളുടെ പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല എന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറയുന്നതിനും ഒന്നും യാതൊരു തടസ്സവുമില്ലാതാകാം. ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ 2-3 പേർ അതിഥികളായി തന്നെ ആകട്ടെ വീട്ടിലേക്ക് എത്തിയാൽ, അവർ നോക്ക് ചെയ്യാതെ എത്തിയാൽ ഞാൻ പേടിക്കും. ഞാൻ അവരോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ നോക്ക് ചെയ്യാതെയോ ഏറ്റവും അടുത്ത ആളുകൾ പോലും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് അച്ഛനായാലും അമ്മയായാലും കുട്ടിയായാലും ഞാൻ വിളിച്ചിട്ട് വരണമെന്ന് പറയുന്ന ആളാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ 2 പേർ നമ്മൾ അടുത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഞെട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആരോഗ്യമന്ത്രി പരിപാടി കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറാൻ വരുന്ന സമയത്ത് അവിടെ 2 പേർ
ആക്രോശിച്ചെത്തുകയാണ്. അവിടെ ഉണ്ടായ പിടിവലിയിൽ അവർക്കൊന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കുണ്ടായ ആഘാതം ഇനിയിപ്പോൾ ശാരീരികമായിട്ടല്ലാതെ തന്നെ ഉണ്ടായ ആഘാതം എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടായി എന്നത് സത്യം എന്നിരിക്കെ, അതിന് ദൃശ്യങ്ങൾ ഉണ്ടെന്നിരിക്കെ, അതിനെ ഈ രീതിയിൽ ന്യായീകരിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ശരിയാണോ എന്നതാണ് ഞാൻ തൗഫീഖിനോട് ചോദിച്ചത്. എന്റെ രേണുക, അത്തരത്തിലൊരു അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ലെന്നേ. നിങ്ങൾ ഇനിയും ഇതിന്റെ അടിസ്ഥാനവും ഇതിന്റെ സത്യവും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറയാനാണ്? ഇത്രയധികം ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ ആധികാരികത കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഇനിയും രേണുവയ്ക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, കേരളത്തിലെ CPM നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇതിനപ്പുറത്തേക്ക് ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രേണുക ഒരു വാർത്ത, ഇന്ന് മാതൃഭൂമിയുടെ വാർത്ത കണ്ടല്ലോ. റെയിൽവേ സ്റ്റേഷൻ CCTV നിരീക്ഷണത്തിലാണുള്ളത്. 24 മണിക്കൂറും 24/7 റെയിൽവേ സ്റ്റേഷൻ നിരീക്ഷണത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ അവിടെ CCTV നിരീക്ഷണമുണ്ട്. എന്റെ രേണുക, അത്തരത്തിൽ ഇന്ന് RPF കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറഞ്ഞതും പച്ചക്കള്ളമാണെന്നല്ലേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആ CCTV പ്രവർത്തിക്കുന്നില്ല എന്ന കാര്യമാണ് പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനുകളിൽ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ശരിയോ തെറ്റോ അല്ലല്ലോ നമ്മൾ ഇവിടെ. ഞാൻ താങ്കളോട് ചോദിച്ചത് എന്താണ്? രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് വന്ന് പറയുകയാണ് നല്ല നടിയാണ് എന്ന് പറയാണ്. ഒരു വനിതാ മന്ത്രി ആക്രമിക്കപ്പെട്ട് അവർ ആശുപത്രിയിൽ കിടക്കുകയാണ്. അവിടെ KSU പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അതിലേക്ക് നയിച്ചത്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാനൊന്ന് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതൊന്നും അല്ലല്ലോ. KSU പ്രവർത്തകരെ, DYFI പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ടും പോയി കിടക്കുന്നതല്ലല്ലോ. KSU പ്രവർത്തകരാണല്ലോ ചെന്നത്, മന്ത്രി വിളിച്ചു വരുത്തിയതല്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നതിന്റെ സന്ദേശം എന്താണ് എന്നതാണ് ഞാൻ ചോദിച്ചത്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അവർ പറഞ്ഞത് 100% സത്യം തന്നെയാണ്. അവർ ആരോഗ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് അവർ മികച്ച അഭിനയ മന്ത്രി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട രേണുക അല്പം മുമ്പ് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. രേണുകയുടെ വീടെന്ന് പറയുന്നത് ഒരു സ്വകാര്യ സ്ഥലമാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു പൊതുസ്ഥലമാണ്. അവിടെ രേണുക ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ പൊതുജനങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ 24/7 ഞാൻ ആ വിഷയത്തിൽ അടിയുറച്ച് നിൽക്കുന്നു, അടിമറയിട്ട് പറയുന്നു. 24 മണിക്കൂറും CCTV നിരീക്ഷണമുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് RPF പറയുന്നത് അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ദൃശ്യം, മന്ത്രിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത്. ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം അവിടെ ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഇവിടെ അവരെ അതിക്രമിക്കുന്ന തരത്തിൽ, അവരെ ആക്രമിക്കുന്ന തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇവിടെ രമേശ് ചെന്നിത്തല അടക്കം ഒരു പോയിന്റ് കൂടി, അതായത് രമേശ് ചെന്നിത്തല അടക്കം സൂചിപ്പിച്ച സാഹചര്യം അത് വളരെ കറക്റ്റാണ്. കാരണം അവർ ഇതിന് ഈ കേരളത്തിലെ മികച്ച നടന്മാരെയും നടിമാരെയും കടത്തിവെട്ടുന്ന അഭിനയിക്കുകയാണ് ബഹുമാനപ്പെട്ട വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഞാനൊരു കാര്യം വളരെ കൃത്യവും വ്യക്തവുമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ BLS നിയമപ്രകാരം കേസെടുക്കണം. ആർക്കെതിരെ കേസെടുക്കുന്നതെന്ന് അറിയാമോ? ഇത്തരത്തിൽ കേരളത്തിൽ വലിയൊരു നുണക്കഥ പറഞ്ഞ, അക്രമം അഴിച്ചുവിട്ട് കലാപാഹ്വാനത്തിന് വലിയ രീതിയിൽ കരുക്കൾ നീക്കിയ, ഗൂഢാലോചന നടത്തിയ വീണ ജോർജിനെ 1-ാം പ്രതിയാക്കിയും ആ അക്രമ സംഭവങ്ങൾക്ക് ആഹ്വാനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ 2-ാം പ്രതിയാക്കിയും കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മുൻപ് രേണുകയോട് പറഞ്ഞു, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിൽ ഒരു വ്യാജ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായപ്പോ, ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് ഇത്ര വലിയൊരു നുണക്കഥ ഉണ്ടായപ്പോ, ആ നുണക്കഥയുടെ ചുവട് പിടിച്ച കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളുടെ കൊടിമരകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയ യാത്രയുടെ പ്രചരണ സാമഗ്രികൾ ഉൾപ്പെടെ അത്തരം അക്രമ സംഭവങ്ങളോട് യാതൊരു തരത്തിലും നമ്മൾക്ക് യോജിക്കാൻ കഴിയാത്തതാണ്. അത് ഞാൻ CPM പ്രതിനിധിയോട് ചോദിക്കാം. ദയവായി താങ്കൾ തുടരൂ. ഞാൻ താങ്കളിലേക്ക് വരാം, നമുക്ക് സമയമുണ്ടല്ലോ. ശ്രീ D സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും അതിനെ അപലപിക്കുകയാണ് ചെയ്തത്. യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന സംഭവമല്ല അവിടെ ഉണ്ടായത് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതാണോ അവസ്ഥ? ഇതിനെ ഒരു വധശ്രമമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ, പ്രതിപക്ഷ നേതാവിന്റെ യാത്രയുടെ ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറുന്നു, DCC ഓഫീസിലേക്ക് അക്രമം നടക്കുന്നു, കൊല്ലത്ത് നടന്ന ഈ പ്രതിഷേധ സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ അങ്ങേറ്റം പുറത്തു പറയാൻ പോലും നമുക്ക് പറ്റാത്ത തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുള്ള മുദ്രാവാക്യം വിളികളും പ്രകടനങ്ങളും, ഇതൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? അതുകൊണ്ട് തന്നെ
ഇപ്പോൾ ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്താണോ ആ സംഭവത്തോട് എല്ലാവർക്കും ഉണ്ടായിരുന്ന സമീപനം, അതിൽ നിന്ന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയല്ലേ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ 24 മണിക്കൂറിനുള്ളിൽ? രേണുക എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കോൺഗ്രസിന്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ വരെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നിലയിൽ അവിടെ അക്രമത്തിനിരയായ ഒരു വനിതാ മന്ത്രിക്കെതിരായി ആക്ഷേപ ശരങ്ങൾ ചൊരിയുകയാണ്. കേരള രാഷ്ട്രീയം, കേരളത്തിന്റെ പൊതുസമൂഹം നാളിതുവരെ കണ്ടിട്ടുള്ള ഒരു രീതിയാണോ ഇത്? ഇങ്ങനൊരു രീതി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ, നേരത്തെ KPCCയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം അന്നത്തെ ആരോഗ്യ മന്ത്രിയെ കോവിഡ് റാണി എന്നും നിപ്പ രാജകുമാരി എന്നൊക്കെ വിളിച്ച് അങ്ങേയറ്റം അപഹാസ്യമായ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ അപഹാസ്യത്തിന്റെ ചുഴിയിലേക്ക് വലിച്ചഴയ്ക്കുന്ന നിലയിലേക്കുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെ അതാണോ സംഭവിച്ചത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയൊക്കെ വന്നെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്ക് തമാശ എന്നല്ല തോന്നുന്നത്. ഇത് പ്രോംപ്റ്റിംഗ് ആണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒരു കള്ളം നുണ പ്രചരിപ്പിക്കുന്നു. ആ നുണയെ ആവർത്തിച്ച് പ്രചരിപ്പിക്കാൻ തക്കവിധത്തിലുള്ള ഗീബൽസ് ശിഷ്യന്മാരെ, ഒരു കൂട്ടം ഗീബൽസുമാരെ ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. ആ സൃഷ്ടിച്ചെടുക്കലിന്റെ ഉൽപ്പന്നമാണ് ഇന്ന് ഈ ചാനൽ ചർച്ചയിലടക്കം നടക്കുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യ മന്ത്രിയെ ഔദ്യോഗികമായ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിലൊന്നും വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ആ വ്യത്യസ്തമായ അഭിപ്രായം എവിടെ വരുന്നത്? ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഈ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതിന് വേണ്ടി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നയാളിനെ ഒരു ചാവേർ ആക്രമണ രീതിയിൽ, ഗറില്ല യുദ്ധ മുഖങ്ങൾ അഭിമുഖീകരിക്കുന്ന തരത്തിൽ, അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അവിടെ ചാടി വീഴുകയാണ് അവർക്ക് നേരെ. ഇതിനേക്കാൾ ഭംഗിയായി ചെയ്യാൻ കഴിയുന്നവരാണ് DYFIയും SFIയും ഒക്കെ. അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായമൊന്നും ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റുകൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിങ്ങനെയെല്ലാം ചെയ്ത് അവിടെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ആ മന്ത്രി ഒരു വനിതാ മന്ത്രിയാണ്. ഞാൻ ആ പ്രിവിലേജ് ഒന്നും അവർക്ക് ലഭിക്കണമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം അത്തരം സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും കേണുകൾക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ ഇവിടെ അറിയാവുന്നതോ അവർ മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ളത് മാത്രമാണ്. അതിനു മുൻപ് സമര പാരമ്പര്യ ചരിത്രമുള്ള ഒരാളാണ് വീണ ജോർജ്. നിങ്ങളിവിടെ അവരെ എന്തെല്ലാം പറഞ്ഞ് വ്യക്തിയാധിക്ഷേപം, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കോൺഗ്രസിന് വ്യക്തിയാധിക്ഷേപം നടത്തേണ്ടി വരുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ലാഞ്ഞത് കൊണ്ടാണ്. ഇവിടെ രണ്ട് നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടത്. മന്ത്രിയെ വ്യക്തി അധിക്ഷേപം നടത്തുന്നത്, വ്യക്തി അധിക്ഷേപമാക്കി നടത്തുന്നത് നിങ്ങൾക്ക് പറയാൻ തനതായ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോയി. എപ്പോഴോ കൈമുതലായ രാഷ്ട്രീയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാണ് നിങ്ങൾ വ്യക്തി അധിക്ഷേപത്തിലേക്ക് തിരിയുന്നത്. ഇവിടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് രേണുക തന്നെ ഒരു മനോഹരമായ ചർച്ച സംഘടിപ്പിക്കണം. നേരത്തെ ഉണ്ടായിരുന്നതും ആ ചർച്ച നമുക്ക് ചെയ്യാം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ എത്ര പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പോലും അവിടെ 1% വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനെതിരെ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. അത് വേണം. ആ സിസ്റ്റം പൂർണ്ണമായും 100% നന്നായിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടാകുന്ന അത്തരം പ്രതിഷേധങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടുന്ന സാഹചര്യവുമില്ല. നോക്കൂ, ഇവിടെ ഇപ്പോൾ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അത് സംഭവിച്ചു. പക്ഷേ അതിനെ ഈ രീതിയിൽ ചിത്രീകരിച്ച് സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ട് അല്ലെങ്കിൽ വിദ്വേഷകരമായ പരാമർശങ്ങളുള്ള മുദ്രാവാക്യം വിളികളും ഒക്കെയായിട്ട് ഇതിനെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ചെയ്തതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവർ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ 24 മണിക്കൂറിനുള്ളിൽ? രേണുക എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ അക്രമത്തിനിരയായ മന്ത്രിയെ ആക്രമിച്ച രീതി തെറ്റാണ്. ഇവര് ഗാന്ധി ശിഷ്യന്മാരാണല്ലോ. ഞങ്ങളൊക്കെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇവർ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരാണ്, ഗാന്ധി ശിഷ്യന്മാരാണ്. അക്രമത്തിനെതിരായി ചിന്തിക്കുകയും അക്രമത്തിനെതിരായി തിരിയാൻ അഹിംസാവാദത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെന്നാണ് ഇവർ സ്വയം മേനി നടിക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാർ വന്നതെന്ന് പറയേണ്ടത് എന്താണ്? അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് തെറ്റായിപ്പോയി എന്നല്ലേ ഈ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ കെ മുരളീധരനും VD സതീശനും അതുപോലെ തന്നെ
ഇല്ല, അദ്ദേഹം പറയട്ടെ തൗഫീഖ്, അദ്ദേഹം പറയട്ടെ. തൗഫീഖിന് ഞാൻ സമയം തരാം. തൗഫീഖ് സമയം കളയണ്ട, സമയം കളയണ്ട. എനിക്കിതാ ശ്രീകുമാറിലേക്ക് പോകേണ്ടുന്ന സമയമായി. അരമണിക്കൂറാകുന്നു. അദ്ദേഹം വെയിറ്റിംഗിലാണ്. വെറുതെ അതും ഇതും പറഞ്ഞ സമയം കളയണ്ട. സുരേഷ് കുമാർ പൂർത്തിയാക്കൂ. അല്ല, ഞാനൊരു കാര്യം പറയാം. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നതെല്ലാം സഹിഷ്ണുതയോടെ കേട്ടിരിക്കണം. അത് കഴിഞ്ഞ് അയാൾ ഞാൻ ചർച്ചയിൽ ഇല്ല, ഞാൻ അദ്ദേഹത്തെ വിലക്കിയല്ലോ. താങ്കൾ പറഞ്ഞോളൂ. പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാലിക്കേണ്ടുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. ഇവിടെ അക്രമത്തിനിരയായത് ഒരു വനിതാ മന്ത്രിയാണ്. ആ മന്ത്രിക്കെതിരായി നടത്തേണ്ടുന്ന പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായ പ്രതികരണം ഈ നാട്ടിലുണ്ടാവും. ഒരു കാര്യം കൂടെ, ഇവിടെ ധീരൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. അന്ന് KPCCയുടെ പ്രസിഡന്റായിരുന്ന ആള് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആ കൊലപാതകികളെ, എന്റെ കുട്ടികളെ ഞാൻ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നാണ്. ഈ കേരളത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത്. സുരേഷ് കുമാർ ചുമ്മാ വായനടിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ വീഡിയോ കോൾ നടത്തി KSP പ്രവർത്തകരോട് പറയാണ്, അടി കൊണ്ടാൽ തിരിച്ചടിച്ചിട്ട് വരാവൂ. ഇതാണ് കോൺഗ്രസിന്റെ. ഇത് മാത്രമല്ല, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരമാണ്. ഒരു വശത്തുകൂടെ ഇരയോടൊപ്പം ഓടുകയും മറ്റൊരു വശത്ത് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന അങ്ങേയറ്റത്ത് ഗാന്ധി ശിഷ്യന്മാരെന്നുള്ള നിലയിൽ അഹിംസാവാദം പ്രചരിപ്പിക്കും, പറയും ഒക്കെ ചെയ്തിട്ട് ഒരു വനിതയ്ക്ക് നേരെ നിങ്ങൾ ഭീരുക്കളല്ലോ, നിങ്ങൾ ഭീരുക്കളല്ലേ? ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇങ്ങനെയാണോ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത്? ഇത്രയും ഭീരുക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെ തെരുവിലിറങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റുമോ? തെരുവിൽ ഇറങ്ങി നോക്കാമോ? ശരി ശരി ശരി, ഓക്കെ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ. ഇല്ല, ഞാൻ രണ്ടുപേരിലേക്ക് തിരിച്ചെത്താം. രണ്ടുപേരിലേക്ക് ഞാൻ തിരിച്ചെത്താം. അങ്ങനെ വെല്ലുവിളിയൊന്നും വേണ്ട. അങ്ങനെ എന്തൊക്കെയാണ് ആരെങ്കിലും വെല്ലുവിളിച്ചുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്താണെങ്കിൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ടതാണ്. ഇന്നലെ വാഴക്കുള പ്രബന്ധത്തിന്റെ വക്താവ് അങ്ങയുടെ പാർട്ടിയുടെ വനിതാ നേതാവ് ചിന്താ ജെറോമും ASS നേതാവിനെ അധിക്ഷേപിച്ചതിലൂടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും മറ്റു അധിക്ഷേപങ്ങളിലേക്കും പോകണ്ട. നമുക്ക് രണ്ടുപേരും ഒന്നടങ്ങും. ഞാൻ ശ്രീകുമാറിലേക്ക് ഇതുവരെ പോകില്ല. എനിക്ക് ശ്രീകുമാറിലേക്ക് പോകണം. രണ്ടുപേരും അടങ്ങും. ഞാൻ തൗഫീഖിലേക്ക് വരാം. ഞാൻ എൻ ശ്രീകുമാറിലേക്ക് പോവുകയാണ്. രണ്ടുപേരും തൗഫീഖിനോട് ഞാൻ പറഞ്ഞു, തൗഫീഖ് ഞാൻ താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് സംസാരിക്കാൻ അവസരം നൽകാം. ഈ ചർച്ച അലങ്കോലമാക്കരുത്. രണ്ടുപേരും. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ, ഈ ചർച്ചയിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു അഭിപ്രായം ഉണ്ടായാൽ ഞാൻ ഇടപെട്ടുകൊണ്ടേയിരിക്കും. ശരി, ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരും അടങ്ങുക. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എൻ ശ്രീകുമാർ നോക്കൂ, ഇവിടെ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണല്ലോ താങ്കൾ ഉൾപ്പെടെ UDF-കാരെല്ലാം, അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടെ അനുഭാവികളായാലും UDF-കാരായാലും കോൺഗ്രസ് പ്രവർത്തകരായാലും എല്ലാം കരുതുന്നത് ഇവിടെ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ ചിത്രമാകെ മാറുകയാണ്. എന്തുകൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഈ രൂപത്തിലാകുന്നു എന്നൊരു ചോദ്യം ഉയരുകയാണ്. അവിടെ അതിനോട് പ്രതികരിച്ച മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ച ഭാഷ ഒരു മന്ത്രിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആവർത്തിച്ച് പറയുന്നു എന്നത്, അതിനും അപ്പുറം ഈ സംഭവത്തെ ന്യായീകരിക്കുന്നു എന്നത്, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്താണ് ഈ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്നതിന്റെ സാമ്പിളായി അവർ ഈ വിഷയത്തെ എടുത്താൽ, ഈ സംഭവത്തെ എടുത്താൽ അത് തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും മുതിർന്ന നേതാക്കൾക്കില്ലേ? ശ്രീ എൻ ശ്രീകുമാർ. ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങള് പൂർണ്ണമായും തെറ്റാണ്. കാരണം ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും മണിക്കൂറാണ്, 24 മണിക്കൂറായി. രേണുകയുടെ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടു. ഒരു ദൃശ്യം രേണുക എന്ന് കാണിക്കാവോ? ഒരു ദൃശ്യം കാണിക്കാവോ? MV ജയരാജൻ രാവിലെ ഒരു ദൃശ്യം പുറത്തുവിട്ടു എന്നുള്ള ശരിയാണ്. എനിക്കിതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പല വിധത്തിലുള്ള രാഷ്ട്രീയമായ പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രവർത്തകരെ മുദ്രാവാക്യം വിളിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി.
ഇവിടെ ശ്രീ ഹരീഷ് പോയിന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ശ്രീമതി വീണ അദ്ദേഹത്തിന്റെ സുഹൃത്തായതുകൊണ്ട് അവര് നുണ പറയില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിശ്വാസത ആയിക്കോട്ടെ. പക്ഷെ MV ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? വീണ ജോർജിന്റെ കഴുത്ത് പിടിച്ച് ചിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. അപ്പൊ ഈ കഴുത്ത് പിടിച്ച് തിരിക്കാന്ന് വെച്ചാൽ 1 മിനിറ്റെങ്കിലും വേണ്ടേ? ഈ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? അപ്പം എന്ത് ചെയ്യായിരുന്നു ഈ പോലീസുകാർ? നമ്മുടെ സുരേഷ് കുമാറിന്റെ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു. ഗോവിന്ദ മാഷ്ട പ്രസ്താവന. എന്റെ മാത്രം പോലീസല്ല, അങ്ങയുടെയും പോലീസാണ്. എന്റെ മാത്രം പോലീസല്ല, അങ്ങയുടെയും പോലീസാണ്. ആയിക്കോട്ടെ. അപ്പൊ താങ്കൾ ഇടപെടുന്നില്ല. നേരത്തെ ഒരു താങ്കൾ അസ്വസ്ഥത കാണിച്ചിട്ട് താങ്കൾ എന്റെ ചർച്ചയിൽ ഇടപെടുകയാണ് കേട്ടോ സുരേഷേ. അത് അതല്ല, നിങ്ങൾ രണ്ടുപേരും കോൺഗ്രസ്, താങ്കൾ മാരീചിക വേഷം അണിഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കറകളൊക്കെ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിരിക്കണം. രാവണനാണോ? ഞാൻ അല്ലല്ല, താങ്കൾ ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയത്. അദ്ദേഹം പറയട്ടെ. താങ്കൾ എന്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ്. എന്റെ മാത്രം പോലീസ് അല്ല, താങ്കളുടെയും സൂചിപ്പിച്ചു. പറഞ്ഞോളൂ ശ്രീകുമാർ, പറഞ്ഞോളൂ. സുരേഷ് സംസാരിച്ചോളൂ. ഇല്ല ശ്രീകുമാർ പറയൂ, നമുക്ക് സമയം പോകുന്നു. അല്ല, സമയം ഞാനല്ലല്ലോ കളയുന്നേ, ഞാനാണോ കളയുന്നേ? അതായത് കഴുത്ത് പിടിച്ച് മന്ത്രിയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, മന്ത്രിയുടെ കൈ പിടിച്ച് തിരിച്ചു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയാണ്, വധിക്കാനായിട്ട് ശ്രമിച്ചു, കൊല്ലാനായിട്ട് വന്നു. ഇവിടെ ശ്രീ ഹരീഷ് പറഞ്ഞു ആക്രോശിച്ചുകൊണ്ട് ചെന്നു. മുദ്രാവാക്യം വിളിക്കുന്നത് ജനാധിപത്യത്തിൽ ആക്രോശമായിട്ട് ചെല്ല് കാണുന്നുണ്ടാകാം, അത് ആക്രോശമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ രേണുക തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ്. കൂടുതൽ തെളിവുകൾ CPM പുറത്തുവിട്ടു. നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ ഇന്നലെ ഏതാണ്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു 10-40 വർഷമായിട്ട് പറഞ്ഞ് CPM ദൃശ്യങ്ങൾ പുറത്തുവിട്ടില്ല എന്നൊരു വാദം താങ്കൾക്കില്ലല്ലോ. MV ജയരാജൻ ദൃശ്യം പുറത്തുവിട്ടു എന്നൊരു വാദം ഉണ്ടല്ലോ. അല്ല, ദൃശ്യമല്ല പുറത്തുവിട്ടത്. ആ ദൃശ്യം നിങ്ങൾ കാണിക്കുക. ദൃശ്യം എന്ന് വെച്ചാൽ അത് ആ ഒറിജിനൽ ദൃശ്യമാണ്, മറ്റുള്ളതൊക്കെ കൂട്ടിച്ചേർക്കുന്നതല്ലേ. ദൃശ്യം പുറത്തുവിട്ടു എന്നേ പറഞ്ഞോളൂ. അല്ല, അത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ യഥാർത്ഥ ദൃശ്യമല്ല പുറത്തുവിട്ടത്. പുറത്തുവിട്ട ദൃശ്യം എന്താ വെച്ചാൽ ഗൺമാന്റെ ഷർട്ട് കറുപ്പെന്നുള്ളത് അത് വ്യക്തമായിട്ട് ചാനലുകളൊക്കെ പിന്നീട് കാണിച്ചു. എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് അതില്ല. അപ്പൊ നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ കാണിച്ചപ്പോ പിന്നെ പറഞ്ഞ എന്താ, KSU അത് പൊളിച്ചു. KSUവിന് എവിടെ ദൃശ്യം കിട്ടുന്നത്? ചാനലുകളുടെ ദൃശ്യമാണ്. 1-2 ചാനലുകൾ ലേഖകന്മാരൊഴിച്ച് ബാക്കി എല്ലാവരും തന്റെ ഇടമില്ലാത്ത രീതിയിലാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. കാരണം അവരുടെ കൈവശം ക്ലിപ്പിങ്ങുകളുണ്ട്, അവരുടെ കൈവശം ദൃശ്യമുണ്ട്. അതിൽ 1-2 ലേഖകർ പറഞ്ഞു അവിടെ സംഭവിച്ചത് ഇന്നതാണ്, മന്ത്രി ആരും ആക്രമിച്ചിട്ടില്ല. ഞാൻ ആക്രമിക്കുന്നത് കണ്ടില്ല. മന്ത്രി ആക്രമിക്കുന്ന രേണുക കണ്ടോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ അതില്ല. പക്ഷേ ഒരു മന്ത്രി പറയുകയാണ് അവർക്ക് ശാരീരിക അസ്വസ്ഥത നേരിട്ടു അന്ന് ഈ സംഭവത്തിന് ശേഷം പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്നതല്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അത് വിശ്വസിക്കുക എന്നതല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ ശ്രീകുമാറിന് നേരെ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. താങ്കൾ ശാരീരിക അസ്വസ്ഥതയോടെ കൂടി വീഴുകയാണ്. ഞാൻ പറയുന്നു താങ്കളെ ആരും തൊട്ടിട്ടില്ല. നോക്കൂ, താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഹൃദയാഘാതം ഉണ്ടായാൽ തൊടണമെന്നില്ലല്ലോ. ഹൃദയാഘാതം ഒരാൾക്കുണ്ടാകണമെങ്കിൽ തൊടണമെന്നില്ല. ഏതെങ്കിലും തരത്തിൽ ക്ഷീണം വരുമ്പോൾ തൊടണമെന്നില്ല. അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. അവർ പറയുകയാണ് ഈ സംഭവത്തെ തുടർന്ന് എനിക്ക് ഇന്ന രീതിയിൽ അസ്വസ്ഥതയുണ്ടായി, അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു, മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രീകുമാറിന് അറിയാമല്ലോ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു FIR ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ആയുധവുമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ്. അതൊക്കെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഇതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു നിലപാടെടുക്കണോ? നോക്കൂ രേണുക, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയാണ്. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഉണ്ടോ? ഞാൻ ഈ തൃശ്ശൂരിൽ ഇരിക്കുന്നത്, ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. ദൃശ്യങ്ങളിൽ കണ്ടോ എന്നാ ചോദിച്ചത്. ദൃശ്യങ്ങളിൽ കണ്ടോ? നമ്മൾ ആരും കണ്ടിട്ടില്ല, CPM-കാരും കണ്ടിട്ടില്ല, ദൃശ്യങ്ങളിലില്ല. അപ്പൊ വേറെ ദൃശ്യം പുറത്ത് കൊണ്ടുവരണം. ആ പുറത്ത് കൊണ്ടുവരുന്നത് വരെ നമ്മളുടെ മുമ്പിലുള്ള ദൃശ്യത്തില് മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ മുമ്പിൽ കാരണം എന്താ? കഴുത്ത് പിടിച്ച് തിരിച്ചു. പാർട്ടി സെക്രട്ടറി പറഞ്ഞു, സംസ്ഥാന സെക്രട്ടറി കഴുത്ത് പിടിച്ച് തിരിച്ചാൽ പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? കൈ പിടിച്ച് തിരിച്ചു. പോലീസുകാർ എന്ത് ചെയ്യായിരുന്നു? ശ്രീകുമാർ നോക്കൂ, അങ്ങനെ അതിഭാവുകത്തോടെ ഏതെങ്കിലും നേതാക്കൾ എന്തെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ ഞാൻ ന്യായീകരണം കാട്ടുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ പ്രവർത്തകർ നേരിട്ട് ആക്രമിക്കാതെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം. ഒരു പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ക്യാമറയിൽ പതിയാത്ത ആരുടെയെങ്കിലും കയ്യോ സാധനങ്ങളോ ആയുധമോ തട്ടിയിട്ടുണ്ടാകാം, നമുക്കറിയില്ല. അത് അന്വേഷണം നടന്ന് വ്യക്തത വരട്ടെ എന്നതല്ലേ പറയേണ്ടത്. മാത്രവുമല്ല, ഈ പ്രവർത്തകർ വന്നില്ല എന്നൊരു ന്യായം ആർക്കുമില്ലല്ലോ. ആ പ്രവർത്തകർ വന്നതുകൊണ്ടാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കേണ്ടി വന്നതും അവിടെ പിടിവലി ഉണ്ടായത് എന്നതും വ്യക്തമാണല്ലോ.
അത് അംഗീകരിച്ചുകൊണ്ട് വേണമല്ലോ നമ്മൾ സംസാരിക്കാൻ. അല്ല, രേണുക പറയുന്നത് ശരിയല്ല. വെറുതെ നിങ്ങൾക്ക് നിഷ്പക്ഷത ബാലൻസ് ചെയ്ത് നിൽക്കാം. എന്നെ സംബന്ധിച്ചോളം എന്റെ മുമ്പിൽ ദൃശ്യങ്ങളാണുള്ളത്. ആ ദൃശ്യം, വേറൊരു ദൃശ്യം നാളെ വരികയാണ്. ഈ KSUക്കാർ ആയുധങ്ങളുമായിട്ട് മന്ത്രി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ KSUക്കാരെ കുറ്റം പറയും, യാതൊരു സംശയം വേണ്ട. ജനാധിപത്യ രീതിയിൽ ആർക്ക് പ്രതിഷേധിക്കാം, ആ പ്രതിഷേധം കണ്ണൂരിൽ നടന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാതിരുന്നതെന്ന് വെച്ചാൽ ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് അതിര് വേണ്ടേ? 4ഇടത്തോ 5ഇടത്തോ വീണ ജോർജിനെതിരെ തന്നെ നേരത്തെ കരിങ്കൊടി കാണിച്ചു. നേരത്തെ ആ പരിപാടിക്കായി അവിടെ എത്തിയ വീണ ജോർജിനെ 5ഇടത്ത് കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞൂന്നേ. അവർ വീട്ടിലേക്ക് പോകാൻ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കരിങ്കൊടി കാണിക്കണമെന്ന് എന്താണ് നിർബന്ധം? അല്ല, രേണുയോട് ചോദിച്ചിട്ടാണോ KSUക്കാർ കരിങ്കൊടി കാണിക്കാൻ പോകുന്നത്? അത് അവരുടെ രാഷ്ട്രീയമല്ല, അവരുടെ സമരമല്ലേ. നിങ്ങളെന്താ അതൊക്കെ അന്വേഷിക്കുക? അത് അവരോട് ചോദിക്കാം, നിങ്ങൾ എന്തിനാ സമരം ചെയ്താൽ പോയെന്ന്. ഞാൻ പറയുന്നത് കേൾക്കൂ, തടസ്സപ്പെടുത്തരുത്, ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യങ്ങളിൽ ആക്രമണത്തിന്റെ കാര്യമില്ല. ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറിയാ, അത് അതിഭാഗത്വമൊന്നുമല്ല. മാഷ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മന്ത്രി വീണ ജോർജിനെതിരെ അല്ല പ്രതിഷേധം, ഇവിടുത്തെ ആരോഗ്യ വകുപ്പിന്റെ സംവിധാനത്തിനെതിരെയാണ്. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഇന്നലെ രാവിലെ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ എന്താ പറഞ്ഞതെന്നറിയാമോ? വീണ ജോർജിനെ മാത്രമായിട്ട് ഒറ്റ തിരിഞ്ഞിട്ട് ആരും ആക്രമിക്കുന്നില്ല, അത് ആരോഗ്യ വകുപ്പിന് എതിരായിട്ടുള്ള നീക്കമാണ്. മുൻ മാധ്യമ പ്രവർത്തകയായ വീണ ജോർജിനെ മാധ്യമ പ്രവർത്തകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KK ശൈലജ ഇന്നലെ പറഞ്ഞത് ഒരു ചാനലില് നിങ്ങളും കേട്ട് കാണും. അപ്പൊ ആ സിസ്റ്റത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ആ സിസ്റ്റത്തിന്റെ മന്ത്രിയാണ് ആരോഗ്യമന്ത്രി, അല്ലാണ്ട് വ്യക്തി എന്ന നിലക്കല്ല. നാളെ ഇപ്പൊ അവർ വേറെ വകുപ്പ് ഏറ്റെടുക്കുന്നെങ്കിൽ അങ്ങോട്ട് പോവില്ലല്ലോ. പിന്നെ ഇതിന് പ്രശ്നം എന്താ? നിങ്ങൾ പറഞ്ഞത് നേതാക്കൾ അഭിനേത്രി എന്ന് വിളിച്ചു. രാഷ്ട്രീയത്തിലെ പരസ്പര ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കും. ഇവിടെ നമ്മുടെ സുരേഷ് സ്ത്രീ വിഷയത്തെ ഉന്നയിച്ച് പറഞ്ഞല്ലോ. വിജയരാഘവന്റെ MB ഹരിദാസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. മറന്നുപോയോ? ഇനി അതൊക്കെ പോട്ടെ. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം DYFI കൊല്ലത്ത് നടത്തിയ പ്രകടനത്തില് ഒരു വനിതാ നേതാവ് പറഞ്ഞെന്താ? കേരളത്തിലെ അമ്മമാരെ ആക്ഷേപിച്ചിട്ടില്ലേ? KSU പ്രവർത്തകരുടെ അമ്മമാര് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഈ നാട്ടിലെ. രേണുക, കമ്മ്യൂണിസ്റ്റുകാരായ സ്ത്രീകളുടെ മക്കള് KSUക്കാരുണ്ട്. മുദ്രാവാക്യം വലിയ ന്യായീകരിച്ചിട്ടില്ല. മാത്രമല്ല ചിന്ത ഇപ്പോൾ അതിനെതിരെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം ചിത്രീകരിച്ചു എന്നും വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അതിനെ ഒന്നും ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഞാൻ ഒരൊറ്റ കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഈ രീതിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന് കോൺഗ്രസ് സഹയാത്രികനായ താങ്കളെങ്കിലും ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കണമായിരുന്നു. എന്തുകൊണ്ട് മുതിർന്ന നേതാക്കൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതിന് എനിക്ക് ന്യായീകരണമില്ല. പക്ഷേ ഈ സാഹചര്യത്തിലെങ്കിലും ഈ രീതിയിലല്ല ഈ വിഷയത്തിലോട് കാണിക്കേണ്ടുന്ന സമീപനം എന്ന് പറയണം. കോൺഗ്രസിനെ കുറ്റം പറയാനാണോ താല്പര്യം? ആണോ? തെറ്റ് ചെയ്താൽ ആരെയായാലും കുറ്റം പറയണ്ടേ? CPM-നെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ? അതോ ഞങ്ങൾ നന്നാകില്ല പറയണ്ട എന്നതാണോ ന്യായം? എന്താ അഭിനയ തെറ്റായ വാക്കാണോ? ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നതെന്ന് അനുസരിച്ചിരിക്കും ഇന്നലത്തെ കാര്യം നമ്മൾ പറയുന്നത്. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ നടന്ന സംഭവത്തിന് ശേഷം കണ്ണൂരിലത്തെ പോലീസുകാരെടുത്ത നിലപാടുകള്, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ സംഭവങ്ങള്, CCTV ദൃശ്യങ്ങളും ചാനൽ ദൃശ്യങ്ങളും അടക്കം കയ്യിലുള്ളപ്പോൾ ഈ ചാനൽ ദൃശ്യങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയാണ് ഇനി തെളിവ് വരട്ടെ, പുതിയ തെളിവുണ്ടെങ്കിൽ വരട്ടെ. ഇത് 24 മണിക്കൂർ കഴിഞ്ഞു, തെളിവില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ രാഷ്ട്രീയത്തില് തെളിവ് എന്നത് വളരെ നിർബന്ധമാണോ ഇത്തരം സംഭവങ്ങളിൽ? ഇപ്പോൾ നോക്കൂ, റെയിൽവേ സ്റ്റേഷനിലായതുകൊണ്ടാണല്ലോ CCTV ആശ്രയിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ അല്ലാത്തയിടങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ എല്ലായിടത്തും തെളിവ് വരും, ദൃശ്യം കണ്ടു മാത്രമേ ഞങ്ങൾ നടപടി സ്വീകരിക്കൂ എന്ന് ഒരു നിലപാടെടുക്കാൻ നമുക്ക് പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ തൗഫീഖ് രാജൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ എന്നെ പറയാൻ പോകുന്നതായിട്ട് അനുവദിച്ചില്ല. അതിന് 100,000 ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ പത്രങ്ങളുടെ പ്രിന്റ് അച്ചടി മാധ്യമത്തിന്റെ കാര്യത്താണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? നബിയുടെ പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാം. പത്രങ്ങളുടെ കാലത്ത് പത്രം മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ പറയുന്നൊക്കെ വിശ്വസിക്കാം. നിങ്ങളല്ല CPM പറയുന്നൊക്കെ വിശ്വസിക്കാം. ഇത് ദൃശ്യമാധ്യമ കാലമാണ്. എന്തിനാ CCTV തെളിവായി സ്വീകരിക്കുന്നത്? എന്തിനാ? എന്താ? അപ്പം ചില കാര്യങ്ങൾ വരുമ്പോൾ ദൃശ്യം മാത്രം പോരാ. ദൃശ്യം മാത്രമല്ലെങ്കിൽ പോലീസുകാർ തെളിവ് കൊണ്ടുവരണം. CPM-കാർ തെളിവ് കൊണ്ടുവരണ്ട. കാരണം അവരെ തെളിവ് കൊണ്ടുവരാനുള്ള പാർട്ടിയല്ല. പ്രവർത്തകർ കൈകൊണ്ട് അല്ലെങ്കിൽ അടുത്തേക്ക് ചെന്നില്ല എന്നൊരു ന്യായീകരണം ഞാൻ പറയുന്നത് അവർക്കുണ്ടാക്കുന്ന ആഘാതം, ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന ആഘാതവും ആരോഗ്യ പ്രശ്നവും എന്താണെന്ന് ഇവിടെ ഇരുന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ.
ഇവിടെ ഇരുന്ന് എനിക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നമ്മളൊന്ന് ഓർക്കാപ്പുറത്ത് തല വെട്ടിച്ചാൽ ചിലപ്പോ പിടലിക്ക് വേദന വരാൻ പറ്റും, വേദന സംഭവിക്കും. ഒന്ന് കാലിടറിയാൽ കാല് ഒന്ന് ഇടറിയാൽ, ഒന്ന് ഹീലുള്ള ചെരുപ്പിൽ നിന്ന് കാലൊന്ന് തെന്നിയാൽ നമ്മുടെ കാലുളുക്കും, ചിലപ്പോൾ അവിടെ ഒടിവ് സംഭവിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ അടുത്ത് വന്നില്ല, പിടിച്ചില്ല, തട്ടിയില്ല, മുട്ടിയില്ല എന്ന് പറയുന്ന ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ആഘാതം ഉണ്ടാക്കാൻ അടുത്ത് വരണമെന്നില്ല, തൊടണമെന്നില്ല, അടിക്കണമെന്നില്ല. ഒന്ന് കാലിടറിയാൽ പോലും മതിയാകും ശ്രീകുമാർ. എന്തായാലും ഇവിടെ ഞാൻ ആ കാര്യത്തിൽ അവിശ്വസിക്കുന്നില്ല. അതിനെ നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കേണ്ട സഹോദരി, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലോ പറയുന്നതിൽ എനിക്ക് ആരോഗ്യമന്ത്രിക്ക് ഞാൻ വിശ്വസിക്കുന്നത് ചോദിച്ചപ്പോഴാണ് ഞാൻ മറുപടി പറഞ്ഞത്. നിങ്ങൾക്ക് മറുപടി വെച്ചാൽ നിങ്ങളെ ന്യായീകരിക്കുക, മറുപടി അല്ല പറയണേ. ഞാൻ എന്നോട് ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറയട്ടെ. മന്ത്രി വീണ ജോർജിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ വ്യക്തിപരമായിട്ട് വീണ ജോർജിയോട് നമ്മളായിട്ട് ഒരു ബന്ധം, ഒരു പ്രശ്നമില്ലല്ലോ. അവർ സുഖം പ്രാപിച്ചു വരട്ടെ, അവർ രാഷ്ട്രീയത്തിൽ ശോഭിക്കട്ടെ, ഒരു കുഴപ്പം നമുക്കില്ല. വീണ ജോർജ് എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയില്ല, മാധ്യമ പ്രവർത്തകർ എന്ന് എനിക്ക് അറിയുള്ളൂ. പക്ഷെ അവർ നല്ല ഒരു സുഹൃത്തായിട്ട് തന്നെ ഞാൻ എപ്പോഴും കാണുന്നത്. അവരവരുടെ അസുഖം ഭേദമായിട്ട് തിരിച്ചു വരട്ടെ. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ്സുകാർ പറയുന്ന രാഷ്ട്രീയവും CPM-കാർ പറയുന്ന രാഷ്ട്രീയവും നമ്മളെ തുലനം ചെയ്യാൻ ശ്രമിക്കരുത്. കോൺഗ്രസ്സുകാർ അവരുടെ രാഷ്ട്രീയം പറയും, CPM അവരുടെ രാഷ്ട്രീയം പറയും. പക്ഷെ മാധ്യമ പ്രവർത്തകർ, പത്രപ്രവർത്തകർ എല്ലാത്തിനും സാക്ഷികളാണ്, എല്ലാ സംഭവങ്ങൾക്കും സാക്ഷികളാണ്. സാക്ഷികളെ ഏതൊരു വലിയപക്ഷമുണ്ട്. ഞാൻ കോൺഗ്രസ് പക്ഷക്കാരനാണ്, അപ്പൊ ഞാൻ കോൺഗ്രസ് സംസാരിക്കുന്നുള്ള ശരിയാണ്. നമ്മുടെ മുമ്പില് ദൃശ്യമാധ്യമ കാലത്ത് നമ്മുടെ മുമ്പിൽ ഒരു തെളിവില്ലെങ്കിൽ ആ തെളിവ് വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. അല്ലാതെ CPM പുതിയ തെളിവുകൾ പുറത്തുവിട്ടു എന്ന് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ സമൂഹം ഇപ്പൊ UDF പറഞ്ഞാ വിശ്വസിക്കുന്നത്, LDF പറഞ്ഞ അല്ല വിശ്വസിക്കുന്നത്. എല്ലാ സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. ശ്രീ തൗഫീഖ് രാജൻ, നോക്കൂ, ഇവിടെ ഇപ്പോ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടന്നു. എവിടെയൊക്കെ എത്ര പ്രവർത്തകരാണ് ഓടുന്ന വാഹനത്തിന് മുമ്പിലേക്ക് വരെ ആഞ്ഞു പോകുന്ന തരത്തിലുള്ള എത്ര ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനെ എങ്ങനെ നേരിട്ടു എന്നതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പക്ഷേ ചാവേറുകളായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങി വരുന്നതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ ഈ സംഭവം ഉണ്ടായി. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ആരെങ്കിലും പിടിവലികൾക്കിടയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എന്ത് അത്യാഹിതം വേണമെങ്കിലും സംഭവിക്കാവുന്ന തരത്തിലേക്കൊക്കെ ഒരു പ്രതിഷേധ സമരത്തെ കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യം എന്ത് എന്നത് വലിയ ഒരു ചോദ്യമാണ്. ഇങ്ങനെ ചാവേറുകളാക്കാനാണോ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ വളർത്തുന്നത് എന്നൊരു ചോദ്യമുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സമരം വേണമോ എന്നൊരു ചോദ്യം വേണ്ടേ? അവിടെ ആ തിരുത്ത്, ആ പുനരാലോചന, അതൊക്കെ നടത്താനല്ലേ ഈ സാഹചര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസും നേതാക്കന്മാരും ഒക്കെ ഉപയോഗിക്കേണ്ടത്? നിലവിൽ ഒരു പുനരാലോചനയുടെയും ആവശ്യമില്ല. രേണുക ഇവിടെ പറഞ്ഞു. ഇവിടെ ഞാൻ രേണുകയോട് ബഹുമാനപൂർവ്വം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രേണുകയോട് വീണ്ടും ഇന്നലത്തെ ദൃശ്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അവിടെ 4 KSUക്കാരാണ്, 40ഓളം പോലീസുകാരുണ്ട്. ഈ 4 KSUക്കാർ അമാനുഷികരല്ല എന്ന് അങ്ങേ ഓർപ്പിക്കാൻ ആഗ്രഹിക്കട്ടെ. അതിനപ്പുറത്തേക്കാ ഇന്നലെ ഇവിടെ സുരേഷ് ചില വെല്ലുവിളികളൊക്കെ ബഹുമാനപ്പെട്ട CPM പ്രതിനിധി ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ അങ്ങയോട് സ്നേഹപൂർവ്വം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വാഴക്കുല പ്രബന്ധത്തിന്റെ വക്താവ് ചിന്താ ജെറോമും ASF വനിതാ നേതാവിനെ അധിക്ഷേപിച്ചതിലൂടെ കേരളത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി PM ആഷോയും ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല പലതവണ ഈ ചർച്ചയിൽ വന്നിരുന്ന ന്യൂസ് 18 ചർച്ചയിൽ വന്നിരുന്ന ഭീഷണി മുഴക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുക സുരേഷ് അടക്കമുള്ള ആളുകൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ രേണുക. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഖാക്കന്മാരെ കൂട്ടിയുള്ള PR പരിപാടികൾ അടക്കം ഒന്നും വില പോകില്ല എന്ന് മനസ്സിലായപ്പോ, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മനസ്സിലായപ്പോ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലെ ആരോഗ്യ വകുപ്പിലെ സമാനതകളില്ലാത്ത തരത്തിലേക്ക് തച്ചു തകർത്ത ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ കടക്കപ്പുറത്ത് എന്ന് പറയുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ഇവർ ഈ വിഷയങ്ങളിൽ നിന്ന്, ഈ സർക്കാരിന്റെ ഇത്തരം ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് ചർച്ചയാവരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ നാടകങ്ങളാണ് ഇന്നലെ AKG സെന്ററിൽ നിന്നുള്ള ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ നാടകങ്ങളിലെ കഥാപാത്രങ്ങളാണ് വീണ ജോർജ്, ബഹുമാനപ്പെട്ട സ്പീക്കറും അടക്കമുള്ള ആളുകൾ. ഞാൻ ഇന്നലെ രേണുക ഒറ്റ പോയിലൂടി അതായത് ഞാൻ രേണുകയുടെ 2 പേരുടെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിനോദിനി എന്ന് പറയുന്ന കുട്ടിയെ നമുക്കറിയാലോ. വിനോദിനി മോൾ അനുഭവിച്ച വേദനയൊന്നും കൊതുക് കടിച്ചുണ്ടായതല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് പറഞ്ഞത് ആരാന്നറിയാലോ? ഈ പറയുന്ന പാലക്കാട് വടകരപ്പതി ചുടപ്പാറയിലെ 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരി വിനോദിനിയുടെ അമ്മയ്ക്ക് ഇത്തരത്തിൽ, വിനോദിനിയുടെ അമ്മ പ്രസീതയ്ക്ക് ഇത്തരത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രതിഷേധക്കാരെ തിരിഞ്ഞു നോക്കി കഴുത്തും ഒരു സെക്കൻഡ് കൂടി, അതായത് പ്രതിഷേധക്കാരെ തിരിഞ്ഞു നോക്കി കഴുത്ത് ഒഴുക്കിയ മന്ത്രിയെ ICUവിലാക്കി എന്ന അശ്ലീലയ്ക്ക് പരിഹസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ ആംഗിളുള്ള ആളുകളല്ല.
ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖല കൊണ്ട് വേട്ടയാടപ്പെട്ട ഈ സർക്കാരിന്റെ ആരോഗ്യ മേഖല കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വന്ന ആളുകൾക്ക് പറയേണ്ടി വന്ന വാക്കുകളാണ്. ഇന്നലെ ന്യൂസ് 18 ചർച്ചയിൽ ഉൾപ്പെടെ നടന്ന ഓൺലൈൻ പോളിൽ 75% മന്ത്രിയുടെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ശ്രീ സുരേഷ്, നോക്കൂ, ഈ ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാം. മാത്രവുമല്ല, നോക്കൂ, ഈ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഇതിനൊരു വധശ്രമമാക്കി മാറ്റാൻ പറ്റുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമാണ്, രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ അതിനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആർക്കും അതിനോട് യോജിക്കാൻ പറ്റാത്ത തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് മാത്രമല്ലേ? നോക്കൂ രേണുക, ഇവിടെ ഇപ്പോ CPM-നെ സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ CPM-നെ സംബന്ധിച്ചാണ് കുറെ ആരോപണങ്ങൾ, എടുക്കാച്ചിറക്കായിട്ടുള്ള ആരോപണങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, പരിചയപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ചൂരൽമലയിലെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായിക്കാനെന്ന പേരിൽ പണം ഒരു CPM നേതാവും ഒരു DYFI നേതാവും ഒരു SFI നേതാവും തട്ടിച്ചെടുത്തിട്ടില്ല. ആ തട്ടിച്ചെടുത്ത ആളിനെ ജയ് വിളിക്കുന്നയാളാണ് ഇവിടെ വന്നിരിക്കുന്ന ശ്രീ തൗഫീഖ്. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മുമ്പേ എന്നെ പ്രസംഗിക്കാൻ വിളിക്കണം എന്ന് പ്രസംഗിക്കാൻ വിളിക്കാത്തത് കൊണ്ട് DCC ജനറൽ സെക്രട്ടറിയുടെ കൊരവള്ളിക്ക് സ്റ്റേജിൽ വെച്ച് തന്നെ പിടിച്ച മറ്റൊരു നേതാവിന് ജയ് വിളിക്കുന്ന തൗഫീഖിനെ പോലുള്ള രാഷ്ട്രീയ പാരമ്പര്യമല്ല എനിക്കുള്ളതെന്ന് തൗഫീഖ് മനസ്സിലാക്കിയിരിക്കണം. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ പിന്തുടരുന്ന രാഷ്ട്രീയം അതാണ്. മറ്റൊരാൾ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലൂടെ ഇരിക്കുകയാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും ഒരു KSU നേതാവിന്റെ നിലവാരം പോലും ഈ ചർച്ചയിൽ പുലർത്തുന്നില്ല എന്നുള്ളതാണ് എന്നെയൊക്കെ സത്യത്തിൽ അതിശയിപ്പിക്കുന്നത്. ഇവിടെ നടന്നിട്ടുള്ള സംഭവത്തെ അങ്ങേയറ്റം വളച്ചൊടിച്ച് ഈ സമൂഹത്തിന് മുന്നിൽ, പ്രേക്ഷക സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കേരളത്തിലാണ് എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം എന്നറിയാമോ, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം തുടർച്ചയായി കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സംഭവിച്ച കാര്യത്തെ നിങ്ങൾ വളച്ചൊടിച്ച് പറയുന്നത് ഞങ്ങൾക്ക് വേറൊന്നും അതിശയോക്തിയില്ല. പക്ഷേ നോക്കൂ, ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ സമുന്നതരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ പരിക്കുപറ്റി കിടക്കുന്ന ആ മന്ത്രിക്കെതിരായി തുടർച്ചയായി അപവാദ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അതിനെതിരായ പ്രതികരണം ഉണ്ടാകണം. കേരളം കലാപ കലുഷിതമാകണം. അതിൽ നിന്നും തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യണമെന്ന കോൺഗ്രസിന്റെ കിടൻ അജണ്ട, ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ അജണ്ടയാണ് ഈ സംസ്ഥാനത്ത്. അങ്ങനെ ഒരു അജണ്ട അവർക്ക് ഉള്ളപ്പോ അതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത വേണ്ടിയിരുന്നില്ലേ? പക്ഷെ ഇന്നലെ മുതൽ അതല്ല സംസ്ഥാനത്ത് കണ്ടത്. രേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും ഇവിടെ ഇരിക്കുന്ന KSU നേതാവിനെ പോലെ, KSU നേതാവ് ഞാൻ ഉദ്ദേശിച്ചത് KSU നേതാവിന്റെ നിലവാരം പോലും ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായം, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നെത്തിയിട്ട് ഈ 5 KSU നേതാക്കന്മാരെ അവിടെ വിളിച്ചു വരുത്തി, ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി എന്നാണ് ഇവർ പറയുന്നത്. ഒരു 4 ദിവസം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷ്വൽസ് കൂടെ ഇല്ലാതിരുന്നുവെങ്കിൽ ഇവർ പറഞ്ഞു വരത്തും ഇങ്ങനെ ഒരു പ്രതിഷേധം അവിടെ നടന്നിട്ടില്ല, അതിനെ തുടർന്നൊരു രാഷ്ട്രീയ സംഘർഷം അവിടെ നടന്നിട്ടില്ല. ഇതെല്ലാം CPM-ന്റെ കള്ള പ്രചാര വേലയാണ്. CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാർ തുടങ്ങി വെക്കുന്ന കള്ള പ്രചാര വേലയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് പൊതു നുണ യാത്രക്കകത്ത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ? അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതാണോ ഞങ്ങൾ നടത്തുന്നത്? അതിനേക്കാൾ അല്ലല്ല, ഈ ഒരു പരിചയപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ദുരന്ത പണം തട്ടിച്ച നേതാവിനെ ജയ് വിളിക്കാൻ നിങ്ങൾ ഇടയ്ക്കേറി പറയണ്ട, നിങ്ങൾ ഇടയ്ക്കേറി പറയണ്ട. എന്റെ അവസരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി ശരി ശ്രീകുമാർ, ഞാൻ സംസാരിക്കട്ടെ.
എന്റെ കുറ്റമല്ല. അതായത് ശ്രീ സുരേഷ്, എനിക്ക് KSUവിന്റെ നിലവാരം ഉണ്ടെന്നുള്ള അഭിമാനമുള്ള ഒരാളാണ് ഞാൻ. KSUയോടെ വളർന്നു വന്ന ഒരാളാണ്, അത് തെറ്റൊന്നുമില്ല. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരുപാട് പത്രങ്ങളിൽ പ്രവർത്തിച്ച ഒരാളാണ്, ദേശീയ മാധ്യമം ഉൾപ്പെടെ. അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യത്തിന് അതേ എന്ന് പറയുന്നത് 81% പേരാണ്. അതായത് ഈ അക്രമത്തെ ന്യായീകരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പറയുന്നവരാണ് 81% പേർ. അത്ഭുതമാണ് ഈ പോൾ റിസൾട്ട്. ഇല്ല എന്ന് പറയുന്നത് 16% പേർ മാത്രം. നിഷ്പക്ഷമായി അഭിപ്രായം രേഖപ്പെടുത്തിയത് 3% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.